ഹായ്, നമസ്കാരം. ശ്രീ സായി സച്ചരിതം അദ്ധ്യായം 29. 1. മദ്രാസി ഭജനിമേള. 2. തെണ്ടുൽക്കർ അച്ഛനും മകനും. 3. ഡോക്ടർ ക്യാപ്റ്റൻ ഹദെ. 4. വാമൻ നാർവേക്കർ. ഈ അദ്ധ്യായം സായിബാബയുടെ മറ്റു രസകരവും വിസ്മയാവഹവുമായ കഥകളെപ്പറ്റി പ്രതിപാദിക്കുന്നു. 1. മദ്രാസി ഭജനിമേള. 1916 രാമദാസി പന്താവിൽപ്പെട്ട ഒരു മദ്രാസി ഭജനിമേള കാശിയിലേക്ക് തീർത്ഥാടനത്തിനായി പുറപ്പെട്ടു. സംഘത്തിൽ ഒരാളും അയാളുടെ ഭാര്യയും മകളും ഭാര്യയുടെ സഹോദരിയുമാണുണ്ടായിരുന്നത്. അവരുടെ പേർ നിർഭാഗ്യവശാൽ പറഞ്ഞിട്ടില്ല. പോകും വഴിക്ക് അവർ അഹമ്മദ് ഡിസ്ട്രിക്റ്റിലെ കോപ്പർഗാവോൺ താലൂക്കിൽപ്പെട്ട ഷിർദിയിൽ ശാന്തനും ഗംഭീരനുമായി സായിബാബ എന്നു പേരായ ഒരു സിദ്ധനുണ്ടെന്നും അദ്ദേഹം വളരെ ദയാലുവും ഭക്തന്മാർക്കും വൈദഗ്ധ്യമുള്ളവർക്കും പണം ധാരാളം കൊടുക്കുന്ന ആളാണ് എന്നും അറിഞ്ഞുവശായി. എല്ലാ ദിവസവും ദക്ഷിണയായി വലിയ തുക സായിബാബ സ്വീകരിച്ചിരുന്നതിൽ നിന്ന് ദിവസവും അദ്ദേഹം ഭക്ത കോണ്ടോജിയുടെ 3 വയസ്സായ മകൾ അമാമിക്ക് 1 ഉറുപ്പികയും വേറെ ചിലർക്ക് 2 മുതൽ 5 വരെ ഉറുപ്പികയും അമാമിയുടെ അമ്മ ജാമാലിക്ക് 6 കായും 10ഉം 50ഉം ഉറുപ്പിക തോതിലും മറ്റും ഭക്തന്മാർക്കും വീതിച്ചു കൊടുത്തിരുന്നു. ഇതെല്ലാം കേട്ട് മദ്രാസി ഭജന സംഘം ഷിർദിയിൽ വന്ന് താമസിച്ചു. സംഘം നല്ല ഭജനയും പാട്ടുകളും പാടി. അവർ ഉള്ളിൽ പണത്തിന് വേണ്ടി ആശിക്കയായിരുന്നു. സംഘത്തിൽ 3 പേർ അത്യാർത്ഥിക്കാരായിരുന്നു. പക്ഷേ അതിലെ സ്ത്രീകളിലെ പ്രധാനി അത്തരക്കാരി ആയിരുന്നില്ല. അവർ ബാബയെ സ്നേഹബഹുമാനങ്ങളോടെ വീക്ഷിച്ചു. ഒരിക്കൽ മധ്യാഹ്ന ആരതി നടക്കുമ്പോൾ അവരുടെ ഭക്തി കണ്ട് സന്തോഷിച്ച് സായിബാബ അവർക്ക് അവരുടെ ഇഷ്ടദേവതയുടെ ദർശനം കൊടുത്തു. അവർക്ക് ബാബ സീതാനാഥനായിട്ടാണ് കാണപ്പെട്ടത്. മറ്റുള്ളവർക്ക് സാധാരണ പോലെ ബാബയും. അവർ ആനന്ദാശ്രുക്കൾ തൂകി സന്തോഷാധിക്യം കൊണ്ട് കൈയടിക്കാൻ തുടങ്ങി. ജനങ്ങൾ അവരുടെ ആനന്ദം കണ്ട് വിസ്മയിച്ചെങ്കിലും അതിൻ്റെ കാരണം മനസ്സിലാക്കിയില്ല. പിന്നീട് വൈകുന്നേരം അവർ എല്ലാ കാര്യവും ഭർത്താവിനോട് പറഞ്ഞു. അവർ സായിബാബയിൽ ശ്രീരാമനെ ദർശിച്ച കാര്യവും. അയാൾ കരുതി ശുദ്ധഹൃദയമായതിനാൽ ശ്രീരാമനെ ദർശിച്ചതായി വിഭ്രാന്തിയുണ്ടായതാണെന്ന്. അയാൾ അവർ മാത്രം ശ്രീരാമനെ കാണുന്നതെങ്ങനെ എന്ന് പറഞ്ഞ് അത് വളരെ നിസ്സാരമാക്കി തള്ളി. പക്ഷേ അവർ അത് വകവയ്ക്കാതെ മനഃശാന്തി കിട്ടുമ്പോഴെല്ലാം രാമദർശനം അനുഭവിച്ചു കൊണ്ടിരുന്നു. വിസ്മയാവഹമായ ദർശനം. സ്ഥിതിഗതികൾ മേൽപ്രകാരമായിരിക്കെ ഭർത്താവിന് സ്വപ്നത്തിൽ വിസ്മയാവഹമായ ഒരു ദർശനം കിട്ടി. അത് ഇപ്രകാരമായിരുന്നു. അയാൾ ഒരു വലിയ പട്ടണത്തിലാണ്. പോലീസ് അയാളെ അറസ്റ്റ് ചെയ്ത് കയ്യുകൾ കൂട്ടിക്കെട്ടി ലോക്കപ്പിലിട്ടിരിക്കുകയാണ്. പോലീസ് കൈ മുറുകെ പിടിക്കുമ്പോൾ അയാൾ സായിബാബയെ ശാന്തസ്വരൂപനായി ലോക്കപ്പിന് പുറത്തു നിൽക്കുന്നതായി കണ്ടു. സായിബാബയെ അടുത്തു കണ്ടപ്പോൾ ദീനദീനം പറഞ്ഞു, അവിടുത്തെ പ്രശസ്തി കേട്ടാണ് ഞാനിവിടെ വന്നത്. പിന്നെ അവിടുന്ന് നേരിട്ട് മുന്നിൽ നിൽക്കെ എനിക്ക് എങ്ങനെയാണ് ഇത്തരം ആപത്ത് സംഭവിച്ചത്? ബാബ അതിനു മറുപടിയായി, നീ നിന്റെ കർമ്മഫലം അനുഭവിച്ചേ തീരൂ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ, ഞാൻ ഈ ജന്മം ഇത്തരത്തിലൊരു നിർഭാഗ്യം സംഭവിക്കത്തക്കതായി യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് വീണ്ടും പറഞ്ഞു. അതിന് ബാബ, ഈ ജന്മത്തിലല്ലെങ്കിൽ മുൻ ജന്മങ്ങളിൽ നീ എന്തെങ്കിലും പാപം ചെയ്തിരിക്കും എന്നായി. എനിക്ക് മുജ്ജന്മത്തെപ്പറ്റി ഒന്നും അറിയില്ല. ഇനി അഥവാ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഉണക്കപ്പുല്ല് അഗ്നിക്ക് മുന്നിലെന്ന പോലെ അവിടുത്തെ മുന്നിൽ അത് കത്തിച്ചാമ്പലാവേണ്ടേ എന്ന് ചോദിച്ചു. ബാബ, നിനക്കു അത്രമാത്രം വിശ്വാസമുണ്ടോ? അയാൾ പറഞ്ഞു, ഉണ്ട്. ബാബ അയാളോട് കണ്ണടയ്ക്കാൻ പറഞ്ഞു. കണ്ണടച്ച ഉടനെ എന്തോ വീഴുന്ന ശബ്ദം കേട്ട് കണ്ണു തുറന്നു നോക്കിയപ്പോൾ ബാബ, ഇപ്പോൾ നിന്നെ നല്ല പോലെ കുടുക്കി. ഓഫീസർമാർ ഉടനെ വന്ന് നിന്നെ അറസ്റ്റ് ചെയ്യും എന്നാണ് പറഞ്ഞത്. അയാൾ അപേക്ഷിച്ചു, അവിടുന്നല്ലാതെ രക്ഷയില്ല. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിച്ചാലും. ബാബ വീണ്ടും കണ്ണടയ്ക്കാൻ പറഞ്ഞു. അയാൾ കണ്ണടച്ചു തുറന്നു നോക്കിയപ്പോൾ അയാൾ ലോക്കപ്പിന് പുറത്തു വന്ന് സ്വതന്ത്രനായതായോ ബാബ അരികത്ത് നിൽക്കുന്നതായും കണ്ടു. അയാൾ ഉടനെ ബാബയുടെ പാദങ്ങളിൽ വീണു. ബാബ അയാളോട് ചോദിച്ചു,
ഈ നമസ്കാരവും മുമ്പ് ചെയ്ത നമസ്കാരങ്ങളും തമ്മിൽ വല്ല വ്യത്യാസവുമുണ്ടോ? നല്ലവണ്ണം ആലോചിച്ച് മറുപടി പറയണം. അയാൾ പറഞ്ഞു. അവ തമ്മിൽ വലിയ അന്തരമുണ്ട്. എൻ്റെ മുമ്പത്തെ നമസ്കാരങ്ങളെല്ലാം പണം കിട്ടാൻ വേണ്ടി ചെയ്തവയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ നമസ്കാരം അവിടുത്തെ ദൈവമായി കരുതിയിട്ടുള്ളതാണ്. കൂടാതെ അവിടുന്ന് ഒരു മുഹമ്മദീയനാണെന്നും ഞങ്ങൾ ഹിന്ദുക്കളെ കേടുവരുത്തുകയുമാണെന്നുള്ള വെറുപ്പും മുമ്പ് എനിക്കുണ്ടായിരുന്നു. ബാബ ചോദിച്ചു, നീ മുഹമ്മദൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലേ? അയാൾ ഇല്ല എന്ന് മറുപടി നൽകി. ഉടനെ ബാബ ചോദിച്ചു, നിന്റെ വീട്ടിൽ ഒരു കയ്യിൻ്റെ ചിഹ്നം, അത് നിങ്ങൾ മുഹറം കാലങ്ങളിൽ ആരാധിക്കാറില്ലേ? കൂടാതെ നിന്റെ വീട്ടിൽ കാത് ബീബി എന്ന ഒരു മുഹമ്മദൻ ദൈവമുള്ളതിനെ നിങ്ങൾ വിവാഹാവസരങ്ങളിലും മറ്റ് ആഘോഷ ദിവസങ്ങളിലും പ്രീതിപ്പെടുത്താറില്ലേ? അത് ശരിയല്ലേ? അയാൾ അതെല്ലാം സമ്മതിച്ചു. അപ്പോൾ ബാബ ചോദിച്ചു, ഇനി എന്തു വേണം നിനക്ക്? അപ്പോൾ അയാൾക്ക് ഗുരു രാമദാസിനെ കാണണമെന്ന് തോന്നി. ബാബ പിന്നോട്ട് നോക്കാൻ പറഞ്ഞു. തിരിഞ്ഞു നോക്കിയപ്പോൾ രാമദാസ് മുന്നിൽ നിൽക്കുന്നു. അയാൾ കാൽക്കൽ വീഴാൻ നോക്കുമ്പോഴേക്കും രാമദാസ് മറഞ്ഞു. അപ്പോൾ ജിജ്ഞാസുവായി അയാൾ ബാബയോട് ചോദിച്ചു, അവിടുന്ന് വൃദ്ധനായി കാണപ്പെടുന്നു. അവിടുത്തേക്ക് എത്ര വയസ്സായെന്നറിയാമോ? ബാബ ചോദിച്ചു. എന്ത്? ഞാൻ വയസ്സനെന്നോ? എൻ്റെ കൂടെ ഒന്ന് ഓടി നോക്ക്, കാണാം. ഇതും പറഞ്ഞ് ബാബ ഓടാൻ തുടങ്ങി. അയാളും ഓടി. ബാബ വിദൂരതയിൽ ഓടി മറഞ്ഞു. അയാൾ പിന്നെയും ഓടുകയാണ്. അപ്പോഴേക്കും അയാൾ ഉണർന്നു കഴിഞ്ഞപ്പോൾ അയാൾ സ്വപ്നദർശനത്തെപ്പറ്റി അവഗാഢമായി ചിന്തിച്ചു. അയാളുടെ മനസ്ഥിതി ആകെ മാറി. ബാബയുടെ മഹത്വം മനസ്സിലായി തുടങ്ങി. അതിൽ പിന്നെ ദുരാഗ്രഹവും മറ്റും മാറി. ബാബയോട് യഥാർത്ഥ ഭക്തിയുണ്ടാവാൻ തുടങ്ങി. ഈ ദർശനം വെറും സ്വപ്നമായിരുന്നെങ്കിലും ചോദ്യോത്തരങ്ങൾ മർമ്മപ്രധാനങ്ങളും രസകരങ്ങളുമായിരുന്നു. പിറ്റേന്ന് പുലർച്ചെ എല്ലാവരും ആരതിക്ക് മസ്ജിദിൽ വന്നപ്പോൾ ബാബ അയാൾക്ക് 2 റുപ്പികയും കൊടുത്ത് അനുഗ്രഹിച്ചു. കുറച്ചു ദിവസം കൂടി ബാബ അവിടെ അവരെ താമസിപ്പിച്ചു. പിന്നീട് അള്ളാ നിങ്ങളെ സുഭിക്ഷമാക്കും, നിങ്ങൾക്ക് നന്മ വരുത്തും എന്നനുഗ്രഹിച്ചു. അയാൾക്ക് കൂടുതൽ പണം കിട്ടിയില്ലെങ്കിലും അതിലും എത്രയോ വലുതും മഹത്തരമായ ബാബയുടെ അനുഗ്രഹം വേണ്ടുവോളം കിട്ടി. സംഘത്തിന് പിന്നീട് വേണ്ട പണം കിട്ടുകയും തീർത്ഥയാത്ര യാതൊരു വിഷമവും കൂടാതെ പൂർത്തിയാക്കുകയും ചെയ്തു. ബാബയെ സ്മരിച്ചും വാഴ്ത്തിയും അവർ സുരക്ഷിതരായി വീട്ടിൽ മടങ്ങിയെത്തി. തങ്ങൾക്ക് ലഭിച്ച ആനന്ദം അവർ എന്നും ഓർമ്മിച്ചു. ഈ കഥ ബാബയുടെ ഭക്തന്മാരെ നന്നാക്കുവാനുള്ള പല സമ്പ്രദായങ്ങളിൽപ്പെട്ട ഒരു പ്രത്യേക രീതിയെയാണ് ഉദാഹരിക്കുന്നത്. 2. തെണ്ടുൽക്കർ കുടുംബം. ബോംബെക്കടുത്ത ബാന്ദ്രയിൽ ഒരു തെണ്ടുൽക്കർ കുടുംബം താമസിച്ചിരുന്നു. എല്ലാ കുടുംബങ്ങളും ബാബ ഭക്തരായിരുന്നു. മിസ്സിസ് സാവിത്രി തെണ്ടുൽക്കർ ശ്രീ സായിനാഥ് ഭജനമാല എന്ന പേരിൽ മറാത്തിയിൽ സായിബാബയുടെ ലീലകളെ പ്രകീർത്തിച്ച് ഒരു പുസ്തകം തന്നെ രചിച്ചിട്ടുണ്ട്. ബാബയിൽ താൽപ്പര്യമുള്ളവർക്ക് വായിക്കാൻ പറ്റിയ പുസ്തകമാണ്. മകൻ ബാബ തെണ്ടുൽക്കർ മെഡിക്കൽ പരീക്ഷയ്ക്കു വേണ്ടി രാപ്പകൽ പഠിക്കുകയായിരുന്നു. ജാതകം നോക്കിയപ്പോൾ ഗ്രഹപ്പിഴയാണെന്നും അക്കൊല്ലം പരീക്ഷയ്ക്ക് പോകരുതെന്നും അടുത്ത കൊല്ലം പാസ്സാവുമെന്നും കണ്ടു. ഇതു കാരണം അയാൾ നിരാശനായി, മനഃശാന്തിയില്ലാതായി. കുറച്ചു ദിവസങ്ങൾക്കു ശേഷം അയാളുടെ അമ്മ ഷിർദിയിൽ പോയി ബാബയെ ദർശിച്ചു. കൂടെ മകൻ്റെ പരീക്ഷാ വിവരവും നിരാശയും എല്ലാം അവർ ബാബയോട് പറഞ്ഞു. ബാബ ഇതു കേട്ടു പറഞ്ഞു, എന്നെ വിശ്വസിക്കാനും ജാതകവും ജ്യോത്സ്യവും കൈനോട്ടവുമെല്ലാം ദൂരെ എറിയാനും പരീക്ഷയ്ക്ക് നല്ലവണ്ണം പഠിക്കാനും മകനോട് പറയൂ. അമ്മ വീട്ടിൽ വന്നു ബാബയുടെ സന്ദേശം മകനെ അറിയിച്ചു. അയാൾ നല്ലതുപോലെ പഠിച്ച് പരീക്ഷയ്ക്കിരുന്നു. എഴുത്തു പരീക്ഷയിൽ നന്നായി ചെയ്തു. പക്ഷേ ജയിക്കാൻ മാർക്ക് കിട്ടില്ലെന്ന് അയാൾ ആശങ്കിച്ചു. അതിനാൽ വാചാ പരീക്ഷയ്ക്ക് ഹാജരാകേണ്ടെന്ന് തീരുമാനിച്ചു. പരീക്ഷകൻ അയാളെ വിട്ടില്ല. അയാളുടെ ഒരു സതീർത്ഥ്യനെ വിട്ട് അയാൾ എഴുത്തു പരീക്ഷയിൽ ജയിച്ചെന്നും പരീക്ഷയ്ക്ക് ഹാജരാകണമെന്നും അറിയിച്ചു. മകൻ അങ്ങനെ പ്രോത്സാഹിതനായി വാചാ പരീക്ഷയ്ക്കു ഹാജരായി. 2ലും ജയിച്ചു. അങ്ങനെ ബാബയുടെ അനുഗ്രഹം കൊണ്ട് ഗ്രഹപ്പിഴ അനുഭവിക്കാതെ അയാൾ വിജയിച്ചു. ഇതിൽ മനസ്സിലാക്കാനുള്ള കാര്യം, സന്ദേഹങ്ങളും വിഷമങ്ങളും നമ്മെ വലയം ചെയ്യുന്നത് നമ്മെ ഇളക്കി ഉറച്ച വിശ്വാസം ഉണ്ടാക്കാനാണെന്നതാണ്. നാം അങ്ങനെ മുന്നോട്ടു പോയാൽ നമ്മുടെ അധ്വാനം വിജയത്തിൽ അവസാനിക്കുമെന്നതിന് സംശയമില്ല. ഈ കുട്ടിയുടെ അച്ഛൻ രഘുനാഥ് റായ് ബോംബെയിൽ ഒരു വിദേശ വാണിജ്യ സ്ഥാപനത്തിൽ ജോലിക്കാരനായിരുന്നു. അയാൾക്ക് പ്രായമേറിയതിനാൽ പണിയെടുക്കാൻ കഴിയാതെ ലീവെടുത്ത് വിശ്രമിക്കുകയായിരുന്നു.
ആരോഗ്യം നന്നാവാത്തതിനാൽ ലീവ് നീട്ടുകയോ പിരിയുകയോ രണ്ടിലൊന്ന് വേണമെന്ന നിലയിലായി. അയാൾ വിശ്വസ്ത ജീവനക്കാരനായതിനാൽ ചീഫ് മാനേജർ അയാളെ ജോലിയിൽ നിന്നും പിരിച്ചുവിടാനും പെൻഷൻ അനുവദിക്കാനും തീരുമാനിച്ചു. എത്രയാണ് പെൻഷൻ സംഖ്യ നിശ്ചയിക്കേണ്ടതെന്ന് ആലോചനയിലായിരുന്നു. അയാൾക്ക് 150K ശമ്പളമായിരുന്നു. അതിൽ പാതി 75K കൊണ്ട് കുടുംബം പുലർത്താൻ സാധ്യമല്ല. അതുകൊണ്ട് എല്ലാവരും ഇക്കാര്യത്തിൽ വിഷമിച്ചു. അവസാന തീരുമാനത്തിൻ്റെ 15 ദിവസങ്ങൾക്ക് മുമ്പ് ബാബ അയാളുടെ ഭാര്യയ്ക്ക് സ്വപ്നത്തിൽ ദർശനം കൊടുത്തു. 100K പെൻഷൻ നിശ്ചയിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ തൃപ്തരാണോ എന്ന് ചോദിച്ചു. ബാബ എന്നോട് എന്തിനാണ് ചോദിക്കുന്നത്? ഞങ്ങൾ അങ്ങയെ പരിപൂർണമായി വിശ്വസിക്കുന്നു എന്ന് മറുപടി പറഞ്ഞു. ബാബ 100K എന്നു പറഞ്ഞെങ്കിലും പ്രത്യേക പരിഗണനയാൽ അയാൾക്ക് 110K പെൻഷൻ നിശ്ചയിച്ചു. ബാബ ഭക്തന്മാരുടെ കാര്യത്തിൽ അത്രമാത്രം സ്നേഹവും ഔത്സുക്യവും കാണിച്ചിരുന്നു. 3. ക്യാപ്റ്റൻ ഹദെ. ബീക്കാനീറിൽ താമസിച്ചിരുന്ന ക്യാപ്റ്റൻ ഹദെ ബാബയുടെ വലിയ ഭക്തനായിരുന്നു. ഒരിക്കൽ ബാബ അയാളെ സ്വപ്നത്തിൽ സന്ദർശിച്ചു ചോദിച്ചു, നീ എന്നെ മറന്നുവോ? ബാബയുടെ പാദങ്ങൾ പിടിച്ച് ഹദെ മറുപടി പറഞ്ഞു, കുട്ടി അമ്മയെ മറന്നാൽ അതെങ്ങനെ രക്ഷപ്പെടും? അയാൾ ഉടനെ തോട്ടത്തിൽ പോയി പച്ചക്കറി കൊണ്ടുവന്ന് നെയ്യ്, പരിപ്പ്, മാവ് എല്ലാം ചേർത്ത് ദക്ഷിണയുമായി വരാനൊരുങ്ങുമ്പോൾ പെട്ടെന്ന് ഉണർന്നു. അതെല്ലാം സ്വപ്നമായിരുന്നു എന്ന് മനസ്സിലാക്കി. അപ്പോൾ അയാൾ ഗോളിയോറിൽ വന്ന് ഒരു സുഹൃത്തിന് 12K മണി ഓർഡർ അയച്ചു കൊടുക്കുകയും അതിൽ നിന്ന് 2Kയ്ക്ക് പച്ചക്കറി, പരിപ്പ്, നെയ്യ്, മാവ് മുതലായവ വാങ്ങി ബാബയ്ക്ക് കൊടുക്കാനും ബാക്കി 10K ദക്ഷിണ കൊടുക്കാനും നിർദ്ദേശിച്ചു. സുഹൃത്ത് ഷിർദിയിൽ പോയി. പക്ഷേ നിർദ്ദേശിച്ച പച്ചക്കറി വാൽപ്പപ്പാടി കിട്ടിയില്ല. ഒരു നിമിഷത്തിനകം ഒരു സ്ത്രീ ഒരു കൊട്ട നിറയെ അതേ പച്ചക്കറിയുമായി വരുന്നത് കണ്ടു. അത് വാങ്ങി നിർദ്ദേശിച്ചതുപോലെ ബാബയ്ക്ക് കൊടുക്കുകയും ചെയ്തു. മിസ്റ്റർ നിമോൻകർ നൈവേദ്യം തയ്യാറാക്കി ബാബയ്ക്ക് കൊടുത്തു. ബാബ പച്ചക്കറി മാത്രം കഴിക്കുന്നതും മറ്റൊന്നും തൊടാത്തതും എല്ലാവരെയും അതിശയിപ്പിച്ചു. തൻ്റെ സുഹൃത്തിൽ നിന്ന് ഈ വിവരം അറിഞ്ഞ ഹതേക്ക് സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പരിപാവനമാക്കിയ ഉറുപ്പിക. മറ്റൊരവസരത്തിൽ ബാബ സ്പർശിച്ച് പരിപൂരിതമാക്കിയ ഒരു ഉറുപ്പിക വേണമെന്ന് ക്യാപ്റ്റൻ ഹദയ്ക്ക് ആഗ്രഹം ജനിച്ചു. അയാൾ ഷിർദിയിലേക്ക് പോകുന്ന ഒരു സുഹൃത്തിനെ കണ്ടു. അയാൾ വശം ഉറുപ്പിക നാണയം അയച്ചു. ഷിർദിയിൽ പോയി ബാബയെ നമസ്കരിച്ച് ദക്ഷിണ കൊടുക്കുകയും ബാബ അത് പോക്കറ്റിലിടുകയും ചെയ്തു. പിന്നെ ഹദയുടെ നാണ്യം കയ്യിൽ കൊടുത്തപ്പോൾ ബാബ അത് നല്ല പോലെ നോക്കാൻ തുടങ്ങി. അത് മുന്നിൽ പിടിച്ച് വലങ്കയിൽ പെരുവിരൽ കൊണ്ട് ചെത്തം നോക്കി മേൽപോട്ടെറിഞ്ഞും മറ്റും കളിക്കാൻ തുടങ്ങി. പിന്നീട് അദ്ദേഹം ഹദയുടെ സുഹൃത്തിനോട് പറഞ്ഞു, ഇതിൻ്റെ ഉടമയ്ക്ക് ഉദി പ്രസാദത്തോടു കൂടി തിരിച്ചു കൊടുക്കണം. എനിക്ക് അയാളിൽ നിന്ന് ഒന്നും വേണ്ടെന്ന് പറയണം. അയാളോട് സമാധാനമായും സംതൃപ്തമായും ജീവിക്കാൻ പറയണം. സുഹൃത്ത് ഗ്വാളിയോറിയിലേക്ക് മടങ്ങി വന്ന് പരിപാവനമാക്കിയ നാണ്യം ഹദയ്ക്ക് തിരിച്ചു കൊടുത്ത് ഉണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞു. സന്തുഷ്ടനായ ഹദയ്ക്ക് നല്ല ആഗ്രഹങ്ങൾ ബാബ എപ്പോഴും പ്രോത്സാഹിപ്പിക്കും എന്ന് ബോധ്യപ്പെട്ടു. വാമൻ നാർവേക്കർ. ഇനി വായനക്കാർ വ്യത്യസ്തമായ ഒരു കഥ കേൾക്കുവിൻ. വാമൻ നാർവേക്കർ ബാബയെ വളരെ സ്നേഹിച്ചു. അയാൾ ഒരിക്കൽ ഒരു ഉറുപ്പിക നാണ്യം കൊണ്ടുവന്നു. അതിൻ്റെ ഒരു ഭാഗത്ത് രാമലക്ഷ്മണന്മാരും സീതയും മറുഭാഗത്ത് കൈകൂപ്പി നിൽക്കുന്ന മാരുതിയുമായിരുന്നു. അത് സ്പർശിച്ച് പരിപാവനമാക്കി ഉദിയോടുകൂടി തിരിച്ചു കിട്ടാനായി അയാൾ ബാബയുടെ കയ്യിൽ കൊടുത്തു. ബാബ അത് പോക്കറ്റിലിട്ടു. ശ്യാമ വാമൻ റാവുവിൻ്റെ ആവശ്യം ഓർമ്മിപ്പിച്ച് മടക്കിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ബാബ വാമൻ റാവു കേൾക്കെ പറഞ്ഞു, എന്തിനാണിത് അയാൾക്ക് മടക്കിക്കൊടുക്കുന്നത്? ഇത് നമുക്ക് തന്നെ സൂക്ഷിക്കാം. അയാൾ 25K പകരം തന്നാൽ മടക്കിക്കൊടുക്കാം. ആ നാണ്യത്തിനു വേണ്ടി വാമൻ റാവു 25K ബാബയുടെ മുന്നിൽ വച്ചു. അപ്പോൾ ബാബ, ആ നാണ്യത്തിൻ്റെ വില 25Kയിലും എത്രയോ കൂടുതലാണ്. ശ്യാമ, ഈ നാണ്യം എടുത്ത് സൂക്ഷിച്ചോളൂ. ഇത് നിന്റെ പൂജാമുറിയിൽ വെച്ച് ആരാധിച്ചോളൂ എന്നു പറഞ്ഞ് നാണ്യം ശ്യാമയ്ക്ക് കൊടുത്തു. ആർക്കും ബാബ എന്താണങ്ങനെ ചെയ്തതെന്ന് ചോദിക്കാൻ ധൈര്യം വന്നില്ല. അദ്ദേഹത്തിന് മാത്രമേ ഓരോരുത്തർക്കും നല്ലതും യോജിച്ചതുമെന്തെന്ന് അറിയാൻ കഴിയൂ. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ.